മാത്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊട്ട് HSR കോച്ചിങ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. കുറേ പ്രോബ്ലംസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. തിയറി ക്ലാസ്സുകൾ വളരെ കുറവാണ് എടുക്കുന്നത്. അത് നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും അതുപോലെ തന്നെ നമ്മൾ മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. മൊഡ്യൂൾ 1 ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1 ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സെറ്റ് തിയറിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണിത്. അതായത് ABC എന്ന് പറയുന്നത് 3 സെറ്റാണെങ്കിൽ നമ്പർ ഓഫ് A യൂണിയൻ B യൂണിയൻ C എന്ന് പറയുന്നത് N of A plus N of B plus N of C minus N of A intersection B minus N of B intersection C minus N of A intersection C plus N of A intersection B intersection C. ഇതിപ്പോൾ 3 സെറ്റിൻ്റെ കാര്യത്തിൽ, ഇനി 2 സെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. N of A യൂണിയൻ B is equal to N of A plus N of B minus N of A intersection B. ഇത് വെച്ചിട്ട് മുൻ വർഷത്തിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. N of A is equal to 10, N of B is equal to 6, N of C is equal to 5 എന്നിവയ്ക്ക് പൊതുവായി ഒരംഗം പോലും ഇല്ല എങ്കിൽ N of A യൂണിയൻ B യൂണിയൻ C, അതായത് എയിലെ അംഗങ്ങളുടെ എണ്ണം 10 ആണ്, ബിയിലെ അംഗങ്ങൾ 6 ആണ്, സിയിലെ അംഗങ്ങൾ 5 ആണ്. ഇവയ്ക്ക് പൊതുവായിട്ട് അംഗങ്ങളില്ല. അതായത് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമ്മുടെ മുന്നത്തെ ഇക്വേഷനിൽ 3 എണ്ണത്തിൻ്റെ നമ്മൾ പഠിച്ചു. അതിൽ ഇൻ്റർസെക്ഷൻ വരുന്ന കാര്യങ്ങളെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ബാക്കി ആ ഇക്വേഷനിൽ എന്താ ഉണ്ടാവുള്ളൂ? N of A യൂണിയൻ B യൂണിയൻ C എന്ന് പറയുന്നത് എന്തായിരിക്കും? N of A പ്ലസ് N of B പ്ലസ് N of C, അതായത് 10 പ്ലസ് 6 പ്ലസ് 5, അതായത് 21. പൊതുവായ ഒരു അംഗങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻ്റർസെക്ഷനിൽ എലമെൻറ്റ്സ് ഇല്ല എന്നാണ് അർത്ഥം. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ഏകാംഗം ഏത്? ഏകാംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾട്ടൺ സെറ്റിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒരു എലമെൻറ്റ് മാത്രം വരുന്ന സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ എക്സ് ഇൻഡിജേഴ്സിലാണ് പെടുന്നത്. അതായത് മോഡ് എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 10ൻ്റെ മോഡും 10 ആണ്, പ്ലസ് 10ൻ്റെ മോഡും എന്താണ്? 10 ആണ്. അപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ് വരും? 2 എലമെൻറ്റ് വരും. അടുത്തത് നോക്കുകയാണെങ്കിൽ എക്സ് ബിലോങ് ചെയ്തിരിക്കുന്നത് എന്നിലാണ്, അതായത് നാച്ചുറൽ നമ്പേഴ്സിലാണ്. ഇനി മോഡ് എക്സ് ഈസ് ഈക്വൽ ടു 20 വരണമെങ്കിൽ എക്സ് എന്തായേ പറ്റൂ? 20 ആയേ പറ്റൂ. കാരണം -20 വരുമോ? കാരണം എന്താ? ഇല്ല. -20 എന്നിൽ വരുന്നൊരു എലമെൻ്റ് അല്ല. ഇതിൽ എത്ര എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ? ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കുള്ള ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് N of A is equal to 3, N of B is equal to 6 ആയാൽ N of A യൂണിയൻ ബിയുടെ ഏറ്റവും കുറഞ്ഞ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി കുറഞ്ഞ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് A ഇൻ്റർസെക്ഷൻ B മാക്സിമം ആയിരിക്കണം. ഇല്ല, A ഇൻ്റർസെക്ഷൻ B എത്ര മാക്സിമം വരുള്ളൂ? 3 എലമെൻറ്റ്സാണ് വരുള്ളൂ. ഏറ്റവും കുറവില്ല ഏതായ N of Aയിൽ 3 എലമെൻ്റാണ്. അപ്പോൾ N of A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് എന്ത് വരണം? 3 വരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? N of A യൂണിയൻ B is equal to N of A plus N of B minus N of A ഇൻ്റർസെക്ഷൻ B അല്ലേ? അതായത് 3A plus 6, 3A plus 6 എന്ത് വരും? 9. 9 മൈനസ് 3 6. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ. അതായത് ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ മാക്സിമം വരുന്നതും, ഏറ്റവും കൂടിയ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർസെക്ഷൻ 0യുമായിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ. പിന്നെ അടുത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ് എ എന്ന് പറഞ്ഞ സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ സെറ്റിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? 2n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. അതായത് നമ്പർ ഓഫ് A is equal to m ആണെങ്കിൽ നമ്പർ ഓഫ് P of A, നമ്മൾ പവർ സെറ്റിനെ P of A എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമ്പർ ഓഫ് P of A എന്ത് വരും? 2m. ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. നമ്പർ ഓഫ് A is equal to 6 ആയാൽ നമ്പർ ഓഫ് P of A, അതായത് പവർ സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ പഠിച്ചത് എന്താണ്? എലമെൻസിൻ്റെ എണ്ണം 6 ആണെങ്കിൽ പവർ സെറ്റിലെ എലമെൻസിൻ്റെ എന്തായിരിക്കും? 2/6. അതെന്ത് വരും? 64. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് N of P of P of P of. ഇത് എത്ര എണ്ണം വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇവിടെ ഞാൻ 4 P of ആണ് എടുത്തിരിക്കുന്നത്. 5, അതായത് P of 5 എന്ന് പറയുന്ന പവർ സെറ്റിൻ്റെ പവർ സെറ്റ്, പിന്നെ അതിൻ്റെ പവർ സെറ്റ്, അതിൻ്റെ പവർ സെറ്റ്, അതിലത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം P of 5 എന്ന് പറയുന്നത് എന്താ? സെറ്റ് 5 ആണ്. അതായത് 5 എന്ന് പറയുന്നത് നൾ സെറ്റാണ്. നൾ സെറ്റിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടാവുള്ളൂ? ഒരു എലമെൻ്റാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ നമുക്കറിയാം
അതായത് എ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ ഓഫ് പി ഓഫ് എ എന്ത് വരും 2⁻0. 2⁻0 എന്ന് പറഞ്ഞാൽ എന്താ 1 അല്ലേ. അതായത് 5 എന്ന് പറയുന്ന ഒരു നൾ സെറ്റിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരു എലമെൻ്റ് ആണ് ഉണ്ടായിരിക്കുക. എൻ ഓഫ് പി ഓഫ് 5 എന്ത് വരും 1 എന്ന് വരും. ഓക്കെ, ഇനി പി ഓഫ് 5 എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടായിരിക്കും 2⁻1, 2 എലമെൻറ്റ്. അതായത് എൻ ഓഫ് പി ഓഫ് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും 2⁻1 = 2. ഇനി പി ഓഫ് 5ൽ 2 എലമെൻറ്റ് ഉണ്ടെങ്കിൽ പി ഓഫ് 5ൽ എത്ര എലമെൻറ്റ് ഉണ്ടായിരിക്കും 2⁻2. അതായത് എന്ത് വരും 4. അപ്പം 3 ബി വന്നു കേട്ടോ. നമ്മുടെ ചോദ്യത്തിൽ എത്ര ബി ഉണ്ടായിരുന്നു 4 ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് അപ്പോൾ എങ്ങനെ കാണാം 2⁻4 കണ്ടാൽ മതി. ഇപ്പോൾ 2⁻4 എത്രയാണ് 16. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ ഓഫ് പി ഓഫ് 5 = എന്ത് വരും 2⁻4 = 16. ഓക്കെ, അടുത്തതാണ് സിമെട്രിക് ഡിഫറൻസ്, അതായത് സമമിത വ്യത്യാസം. നമുക്ക് ഈ HSA പരീക്ഷയിൽ എല്ലാ വേർഡ്സിൻ്റെയും ഒരുവിധം വേർഡ്സിൻ്റെ ഒക്കെ മലയാളം അറിഞ്ഞിരിക്കണം. കുറേയൊക്കെ അവർ ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കാം. എന്നാലും ഒരുവിധം വേർഡ്സിൻ്റെ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സിമെട്രിക് ഡിഫറൻസ് ആണ്, അതിന് നമ്മൾ എന്താ പറയുക സമമിത വ്യത്യാസം. ഇനി അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക A ഡെൽറ്റ B എന്നാണ്. ഓക്കെ, A ഡെൽറ്റ B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A - B യൂണിയൻ B - A ആണ്. അത് വെച്ചിട്ടൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. A എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ് 1 2 3 4 5. B എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ് 6 7 8 9. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് A ഡെൽറ്റ B ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് A ഡെൽറ്റ Bയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇക്വേഷൻ വൈസ് A ഡെൽറ്റ B എന്താണ് A - B യൂണിയൻ B - A ആണ്. A - B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് Bയിലെ എലമെൻറ്റ്സ് ഒഴികെ ബാക്കിയുള്ളത്. അപ്പോൾ A എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് 1 2 3 4 5. Bയിലെ 6 7 8 9. രണ്ടിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ല. അപ്പം A - B എന്ന് പറയുന്നത് A തന്നെയായിരിക്കും. അതുപോലെ തന്നെ അതായത് കോമൺ ആയിട്ട് നമുക്കൊന്നും കുറയ്ക്കാനില്ല, Bയിലെ ഒരു എലമെൻറ്റും ഇതിൽ നിന്ന് കുറയ്ക്കാനില്ല. അതുപോലെ തന്നെ B - A എന്ന് പറയുന്നത് B തന്നെയായിരിക്കും, കാരണം ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ 5 ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ A - B A തന്നെ എഴുതി, B - A എന്ത് വന്നു B തന്നെ എഴുതി. രണ്ടിൻ്റെയും യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും 1 മുതൽ 9 വരെ വരും. അതായത് നമ്പർ ഓഫ് A ഡെൽറ്റ B എന്ത് വരും 9. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് A - B എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത് A എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് Bയിലെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് കുറച്ച് ബാക്കിയുള്ളത് അല്ലേ, അതാണ് A - B. നമ്പർ ഓഫ് A - B എങ്ങനെ കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് Aയിൽ നിന്ന് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B കുറയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേർഡ്സിൻ്റെ മലയാളം പഠിക്കാം. സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ്സിനെ നമ്മൾ മലയാളത്തിൽ ഗണങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ എലമെൻറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് അംഗങ്ങൾ. റോസ്റ്റർ ഫോം, അതായത് നമ്മൾ സെറ്റ് ഇങ്ങനെ എഴുതണതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയും. അതിൻ്റെ മലയാളത്തിൽ നമ്മൾ പട്ടിക രീതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്, അതിനെ നമ്മൾ നിബന്ധനാ രീതി, അതായത് നമ്മൾ ഇങ്ങനെ എഴുതുന്നതാണ്. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. അതായത് ഇത് നമ്മൾ ഓരോ എലമെൻറ്റ്സിനും എടുത്ത് എഴുതിയിട്ടുണ്ട് സെറ്റിനെ. ഇത് അതിൻ്റെ കണ്ടീഷൻ വെച്ച് എഴുതി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതിയിരിക്കുന്നതാണത്. ഓക്കെ, അടുത്തതാണ് എംപ്റ്റി സെറ്റ്, അതായത് ശൂന്യഗണം. അതായത് സെറ്റിൽ ഒറ്റ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക എംപ്റ്റി സെറ്റ് എന്നാണ് പറയുക. അതിൻ്റെ മലയാളമാണ് ശൂന്യഗണം. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A എന്ന് പറയുന്ന സെറ്റ് A = X such that X is a natural number 1 less than X less than 2. 1നും 2നും ഇടയ്ക്ക് വരുന്ന നാച്ചുറൽ നമ്പറാണ് X. 1നും 2നും ഇടയ്ക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും ഇല്ല. സെറ്റ് അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, ഒരു എലമെൻറ്റ് പോലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ സെറ്റ് ചെയ്യുന്ന നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും 5, അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിൻ്റെ ഉള്ളൊന്നും എഴുതാണ്ടും ഡിനോട്ട് ചെയ്യാം കേട്ടോ. അടുത്തതാണ് സിംഗിൾട്ടൺ സെറ്റ്, അതായത് ഏകാംഗ ഗണം, അതായത് ഒരു എലമെൻ്റ് ഉള്ളത്. എക്സാമ്പിൾ A = സെറ്റ് 1, ഒരു എലമെൻ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ് ഒരു ഏകാംഗ ഗണമാണ്. അതിൽ വേറൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. അതായത് 1നും 3നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ അത് ഏതാ 2 മാത്രമാണ്. അതെന്താണ് ഒരു ഏകാംഗ ഗണമാണ്. അടുത്തതാണ് ഫൈനൈറ്റ് സെറ്റ്, അതായത് പരിമിത ഗണം. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഇതിലിപ്പോൾ നമുക്കറിയാം 1 മുതൽ 5 വരെയാണ് ഉള്ളത്, ഫൈനൈറ്റ് ആണ്. ഇത് നമുക്കിനി എന്ത് പറയാം ഒരു പരിമിത ഗണം എന്ന് പറയും. അടുത്തതാണ് ഇൻഫൈനൈറ്റ് സെറ്റ്, അതായത് അനന്തഗണം. അതായത് ഒരു സെറ്റിനുള്ളിലെ എലമെൻറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം? അനന്തഗണം എന്ന് പറയാം. അതായത് നമ്മൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലത്തെ എലമെൻറ്റ്സ് നമുക്ക് എത്ര വരുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്, അതായത് ഒരു അനന്ത ഗണമാണ്. രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിലത്തെ എലമെൻറ്റ്സുകളെല്ലാം സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് 2ഉം 3 ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. 1നും 4നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ് വരിക? 2, 3. ഇതിലും 2, 3 തന്നെയാണ് എലമെൻറ്റ്സ് വരുന്നത്, ഇതിലും 2, 3 തന്നെയാണ് എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാം അല്ലേ? അടുത്തതാണ് സബ്സെറ്റ് ഉപഗണം. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കൂ. 2, 3, 4, 5. ബിയോ 3, 5. ഈ 3ഉം 5ഉം ഇതിലുണ്ട് ഇല്ലേ? 3ഉം 5ഉം. അതായത് നമുക്ക് എന്ത് പറയാം? ബി എയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇതിലെല്ലാ എലമെൻറ്റ്സും ഇതിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി എയുടെ ഒരു ഉപഗണമാണെന്ന് പറയാം. അടുത്തതാണ് പവർ സെറ്റ്. പവർ സെറ്റിന് നമ്മൾ ഉപഗണങ്ങളുടെ ഗണം എന്നാണ് പറയുക. ഇപ്പോൾ എ എന്ന് പറയുന്നത് 1, 2, 3 3 എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ പഠിച്ചത്? 2⁻3. അതായത് 8 എലമെൻറ്റ്സ് കാണണം. പി ഓഫ് എ ഈസ് ഈക്വൽ ടു 5. ഒന്നാമത്തെ ആയിരിക്കും എന്ത്? 5. അടുത്തത് ഇതിൽ ഓരോ എലമെൻറ്റ്സിനെയും സിംഗിൾ ടൈം സെറ്റായിട്ട് ചെയ്താൽ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇനി അടുത്തത് 1, 2. സെറ്റ് 1, 2, സെറ്റ് 1, 3 കഴിഞ്ഞു. ഇനിയില്ല. ഇനി ഏതാ? സെറ്റ് 2, 3. ഇനി ഏതെങ്കിലും പേഴ്സ് എടുക്കാണ്ടോ? ഇല്ല. അവസാനം ഏതൊക്കെ വരും? ഈ സെറ്റ് തന്നെ വരും. അതായത് സെറ്റ് 1, 2, 3. ഓക്കെ, എത്ര എലമെൻറ്റ്സ് വന്ന് നമുക്ക് എണ്ണി നോക്കാം? 1, 2, 3, 4, 5, 6, 7, 8. 8 എണ്ണം. ശരിയല്ലേ? അതെ. അടുത്തതാണ് യൂണിയൻ ഓഫ് സെറ്റ്സ്. അതിനെ നമ്മൾ പറയാം യോഗം എന്നാണ് പറയുക യൂണിയന്, അതായത് ഗണങ്ങളുടെ യോഗം. എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3. ബി എന്ന് പറയുന്ന സെറ്റ് 3, 4, 5 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് ഏതായിരിക്കും? ഈ രണ്ടെണ്ണത്തിലെ എല്ലാ എലമെൻറ്റ്സും വിടും. നമ്മൾ റിപ്പീറ്റ് ചെയ്ത എലമെൻറ്റ്സ് എഴുതില്ല. ബിയിൽ ഏതൊക്കെ വരും? 1, 2, 3. ഓക്കെ, ഇനി ഇതിലേതാ? 3, 4, 5. പക്ഷെ 3 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്പോൾ നമ്മളത് എഴുതില്ല. ഇതിലില്ലാത്ത എലമെൻറ്റ്സ് ആണ് എഴുതുക. അപ്പോൾ ഏതൊക്കെ വരും? 4ഉം 5ഉം. അപ്പോൾ എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെ വരും? സെറ്റിൻ്റെ ഉള്ളിൽ 1, 2, 3, 4, 5. ഓക്കെ, അടുത്തത് ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷന് നമ്മൾ പറയാം സംഗമം എന്നാണ് പറയുക. അതായത് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണങ്ങളുടെ സംഗമം. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിൽ എടുത്ത് എഴുതാനാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5. ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഏത് എലമെൻറ്റാണ് വരുന്നത്? 3 അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ത് വരും? സെറ്റ് 3 വരും. അടുത്തതാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്, അതായത് ഗണങ്ങളുടെ വ്യത്യാസം. നമ്മൾ എ മൈനസ് ബി പറഞ്ഞില്ല, അത് തന്നെ. എ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എ എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. ബി എന്ന് പറയുന്നത് 3, 4, 5, 6. എ മൈനസ് ബി എന്താണെന്ന് ഞാൻ പറഞ്ഞത്? എയിൽ നിന്ന് ബിയിലെ എലമെൻറ്റ്സ് കുറച്ചിട്ട് ബാക്കി എയിലുള്ളത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലെ എലമെൻറ്റ്സ് ഏതാ കോമൺ ആയിട്ട് വരുന്നത്? 3ഉം 4ഉം അല്ലേ? അപ്പോൾ 3ഉം 4ഉം കുറച്ച് കഴിഞ്ഞ് ബാക്കിയിൽ ഏതാ ഉള്ളത്? 1ഉം 2. അപ്പോൾ എ മൈനസ് ബി ഏതാ? സെറ്റ് 1, 2. അപ്പോൾ ബി മൈനസ് ഏതായിരിക്കും? ബിയിൽ നിന്ന് എയിലുള്ളത് കുറച്ചിട്ട്. ബിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഏതാ വരിക? 3ഉം 4ഉം. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 5, 6. അപ്പോൾ ബി മൈനസ് എന്ത് വരും? സെറ്റ് 5, 6. അടുത്തതാണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിനെ നമ്മൾ പൂരക ഗണം എന്നാണ് പറയുക. അതായത് യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ 1 മുതൽ 10 വരെയുള്ള എലമെൻറ്റ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4, 5 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യുയിൽ നിന്ന് എ ഒഴികെയുള്ള എലമെൻറ്റ്സ്. ഇപ്പോൾ യുയിൽ നിന്ന് എ ഒഴികെ ബാക്കി ഏതൊക്കെയുള്ളത്? 6, 7, 8, 9, 10. എ കോംപ്ലിമെൻ്റ് എന്ത് വരും? സെറ്റ് 6, 7, 8, 9, 10. ഓക്കെ, അടുത്തതാണ് ഡിസ്ജോയിൻ്റ് ഓഫ് സെറ്റ്സ്, അതായത് വിയുക്ത ഗണങ്ങൾ. അതിനൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3. ബി എന്ന് പറയുന്ന സെറ്റ് 4, 5. ഓക്കെ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും വിയുക്ത ഗണങ്ങളാണെന്ന് പറയും. അതായത് ഇൻ്റർസെക്ഷനിൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ലെങ്കിലാണ് നമ്മൾ ആ രണ്ട് സെറ്റിനെ വിയുക്ത ഗണങ്ങൾ എന്ന് പറയുന്നത്, ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് യൂണിവേഴ്സൽ സെറ്റ്, അതായത് സമസ്ത ഗണം. നമ്മളൊരു എക്സാമ്പിളിൽ യു എടുത്തില്ലേ, അതന്നെ. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നതിന് മലയാളം എന്താണ്? സമസ്ത ഗണം. പ്രോപ്പർ സബ്സെറ്റിന് നമ്മൾ എന്ത് പറയും? സംഗതോപഗണങ്ങൾ എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് ലോ,
നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ മലയാളം കൂടി നമുക്ക് ഇവിടെ നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് ലോനെ നമ്മൾ എന്താ പറയുന്നത്? ക്രമനിയമം എന്നാണ് പറയുന്നത്. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ? എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. അസോസിയേറ്റീവ് ലോ അതിനെ നമ്മൾ സംയോജക നിയമം എന്നാണ് പറയുന്നത്. എന്താണ് അസോസിയേറ്റീവ് ലോ? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതിനെ നമ്മൾ വിതരണ നിയമം എന്നാണ് പറയുന്നത്. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഐഡൻറ്റിറ്റി ലോ. അതിൻ്റെ ഐഡൻറ്റിറ്റി ലോ എന്താണ്? എ യൂണിയൻ ഫൈ ഇസ് ഈക്വൽ ടു എ. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ യു ഇസ് ഈക്വൽ ടു എ. ഐഡംപൊട്ടൻറ്റ് ലോ. എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു എ. കോംപ്ലിമെൻറ്റ് ലോ. എ യൂണിയൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു യു എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈവ്. അടുത്തതാണ് ഡി മോർഗൻസ് ലോ. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അതായത് ഡാഷ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഓൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 20 അംഗങ്ങളുള്ള സമസ്ത ഗണത്തിലെ, അതായത് സമസ്ത ഗണം നമ്മൾ എന്താ പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്, സമസ്ത ഗണത്തിലെ ഉപഗണങ്ങളാണ് എയും ബിയും. എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 12, എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു 9, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 4 ആയാൽ എൻ ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റിൻ്റെ വില എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റിൽ 20 അംഗങ്ങളുണ്ട്. എയിൽ 12ഉം ബിയിൽ 9ഉം അവയുടെ ഇൻ്റർസെക്ഷനിൽ 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റിലെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ നോക്കാം. എൻ ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന്. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതെല്ലാം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു, നമുക്ക് 17 ഉത്തരം കിട്ടി. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? എൻ ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. എൻ ഓഫ് യു ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 20. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ 20 മൈനസ് 17 സമം 3. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഈ ഇക്വേഷനും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആയ എയുടെ സംഗതോപഗണങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു എന്താ? 3. അപ്പോൾ സംഗതോപഗണങ്ങളുടെ എണ്ണം എന്താ? ഇക്വേഷൻ എന്താ? 2n മൈനസ് 1. 2n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്സെറ്റുകളുടെ എണ്ണമാണ്. അതിൽ നിന്ന് ഈ ഇതിനെ ഒഴിവാക്കും നമ്മൾ. അപ്പോൾ എന്ത് വരും? 2 മൈനസ് 1. അതപ്പോൾ എന്ത് വന്നു? 8 മൈനസ് 1 സമം 7. അടുത്തൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. എ ബി എന്നിവ 2 ഗണങ്ങളായ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ പി ഓഫ് ബി ആയിരിക്കും. ശരിയാണോ? നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കി നോക്കാം. പി എന്ന് പറഞ്ഞിട്ട് പി ഓഫ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ്? പവർ സെറ്റിനെയാണ്. എ എന്ന് പറയുന്നത് സെറ്റ് 1 2ഉം ബി എന്ന് പറയുന്നത് 2 3ഉം എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷനിൽ കോമൺ ആയിട്ട് ഏത് എലമെൻറ്റാണ് വരുന്നത്? സെറ്റ് 2. ഓക്കെ, അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇതിൻ്റെ പവർ സെറ്റ് എന്തായിരിക്കും? ആദ്യം 5, പിന്നെ സെറ്റ് 2 എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എണ്ണം. അടുത്തത് പി ഓഫ് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? ഏതൊക്കെ വരിക? 5 വരും, സെറ്റ് 1 വരും, സെറ്റ് 2 വരും, സെറ്റ് 1 2. ഓക്കെ, പി ഓഫ് ബിയിൽ ഏതൊക്കെ വരും? 5 വരും, സെറ്റ് 2 വരും, സെറ്റ് 3 വരും, സെറ്റ് 2 3. അപ്പോൾ ഇതിലും 4 എലമെൻറ്റ്സ് ഉണ്ട്, ഇതിലും 4 എലമെൻറ്റ്സ് ഉണ്ട്. കോമൺ ആയിട്ട് ഏതാ വരുന്നത്? 5 വരുന്നുണ്ട്, 2 വരുന്നുണ്ട് അല്ലേ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഏതാ വരിക? 5 സെറ്റ് 2. രണ്ടും സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ പി ഓഫ് ബി. അപ്പോൾ സെറ്റ് ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് ബുക്കുകളൊക്കെ നോക്കി ചെയ്യുക. പിന്നെ ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫംഗ്ഷനും റിലേഷനുടെ ഫംഗ്ഷനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്